ആക്രിക്കടകൾക്ക് സമാനമായി തിരുവനന്തപുരത്തെ തമ്പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിലെ ഫുട്പാത്ത് കാഴ്ചശക്തിയില്ലാത്ത ആളുകൾ സഞ്ചരിക്കേണ്ട ഫുട്പാത്തിലാണ് വർഷങ്ങളായി വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതോടെ വഴി നടക്കാൻ ബുദ്ധിമുട്ടിലാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. തുരുമ്പെടുത്ത് ഉപയോഗശൂന്യമായ വാഹനങ്ങൾ. വർഷങ്ങളായി തമ്പാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ വാഹനങ്ങളുണ്ട്. കാണുന്നത് സാധാരണ ഫുട്പാത്ത് അല്ല, പകരം കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് സഞ്ചരിക്കാനുള്ള വഴി കൂടിയാണ്. വാഹനങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതോടെ ഇതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം ഈ ഫുട്പാത്തിൽ ഈ പഴയ സ്ക്രാപ്പ് വെഹിക്കിൾസ് ഒക്കെ ഡംപ് ചെയ്തിരിക്കുന്നത് അത് വളരെ മോശമായ ഒരു കാര്യമാണ്. നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഈ ഫുട്പാത്താണ്. യെല്ലോ ടൈൽ അതിനുവേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി കൂടെ നടക്കാൻ വേണ്ടി. ഒന്നാമത് ചിലപ്പോൾ മഴ സമയമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് വെള്ളങ്ങൾ എല്ലാം വരുമ്പോഴത്തേക്ക് ഫുട്പാത്തിൽ കൂടെ നടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇതുവഴി ജോലി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഈ സിനിമ കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് നടന്ന് പോകുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും അങ്ങനെ സംഭവമൊന്നുമില്ല. ഇവിടെ ഫുൾ ഇരുട്ടാണ്, ഈ ഭാഗത്തുള്ള ഇരുട്ടാണ്. തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കേസുകളിലും അപകടങ്ങളിലും പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണിവ. വേണ്ടവിധം ശ്രദ്ധിക്കാത്തതിനാൽ മഴയത്തും വെയിലത്തും വാഹനങ്ങൾ ഇവിടെ തന്നെ. എന്തായാലും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കടക്കം ഈ പിടിച്ചിട്ട വാഹനങ്ങൾ വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനാണ്. വിവിധ ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ വന്നെത്തിച്ചേരാറുള്ള വഴി കൂടിയാണിത്. അധികൃതർ കണ്ണു തുറക്കട്ടെ. വീഡിയോ ജേർണലിസ്റ്റ് സബിൻജത്തിനൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.